മരിച്ചാൽ ഉടനെ ചില കാര്യങ്ങൾ പ്രാഥമികമായി നാം ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും, എന്നാൽ ഒന്നുകൂടി ഓർമ്മയിൽ ഇട്ടു തരുന്നു. മരിക്കാൻ കിടക്കുന്ന മയ്യത്തിനെ, മനുഷ്യനെ ഖിബലയിലേക്ക് തിരിച്ചു കടത്തണം. കുറച്ച് മസാല ഞാൻ പറയാം. മരിക്കാൻ കിടക്കുന്ന, ഏകദേശം മരിക്കാനാകുന്നു എന്ന് നമുക്ക് രോഗലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പം മറന്നു മൗത്തിലാകുമ്പോൾ തന്നെ ആ മയ്യത്തിനെ ഖിബലയുടെ ഭാഗത്തേക്ക് കാലാക്കിയിട്ട് കിഴക്കോട്ട് തലയാക്കിയിട്ട് കിടത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് കിടത്തേണ്ടത്. മരിച്ച മയ്യത്തിനെയും കിടത്തേണ്ടത് ആ രൂപത്തിൽ തന്നെ. മരിച്ച മയ്യത്തിനെയും ആ രൂപത്തിൽ തന്നെയാണ് കിടത്തേണ്ടത്. നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വരവുകൊണ്ട് പിന്നെ എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ ഒരു ആയതത്തുണ്ട്, ഒരു മര്യാദ, ഒരു പതിവുണ്ട്. അത് നേരെ തെക്ക് വടക്കിലായി കിടത്തല്. ഈ ഭാഗത്ത് എങ്ങനെയെന്നറിയില്ല, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് അതിനെതിരെ എൻ്റെ ഇളയുപ്പ മരിച്ച സമയത്ത് ഞാൻ ചെയ്തപ്പോൾ എന്നെ ചോദ്യം ചെയ്തു പലരും. ഞാൻ എൻ്റെ വാശിയിൽ തന്നെ ആ ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിന്നെ ഞാൻ ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് എതിര് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. നമ്മുടെയൊക്കെ ഭാഗങ്ങളിൽ നടക്കുന്നത് തെക്ക് വടക്കിൽ കിടത്തുക. എങ്ങനെയാണ് കിടത്തേണ്ടത്? കിടത്തേണ്ടത് തെക്ക് വടക്കിൽ കിടത്തുന്നുവെങ്കിൽ ആ മയ്യത്തിനെ ചെരിച്ച് കിടത്തണമെന്നാണ്. അതായത് അവൻ്റെ മുൻഭാഗം ഫുള്ളും ഖിബലയിലേക്കാകുന്ന രൂപത്തിൽ കിടത്തണമെന്നാണ്. ആ രൂപത്തിലാണ് കിടത്തേണ്ടത്. അപ്പം എങ്ങനെ ഉസ്താദ് ഈ മയ്യത്ത് എങ്ങനെ ചെരിഞ്ഞ് കിടക്കുമോ? അതിന് ഉലമാ ബാക്കിൽ വല്ല വസ്തുവും വെച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ബാക്കിൽ വല്ല വസ്തുവും വെച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന്മേൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ വല്ല ചുമരിനോടൊക്കെ ചാരി വെച്ചാലും മതിയാകുമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടക്കലില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് ചെരിച്ച് കിടത്തൽ? ഇമാം നവവി രണ്ടാമതൊരു രൂപം പറയുന്നുണ്ട്. അവിടുത്തെ ശറഹുൽ മിൻഹാജിൽ രണ്ടാമതൊരു രൂപം പറയുന്നത്, വടക്കോട്ട് തലയാക്കി തെക്കോട്ട് കാലാക്കി ചെരിച്ച് കിടത്തുന്നില്ല എങ്കിൽ നേരെ വിപരീതം, അതായത് തെക്കോട്ട് തലയാക്കി പിന്നീട് ഖിബലയിലേക്ക് മുഖമാക്കി കാല് വടക്കോട്ടാക്കി അങ്ങനെ ചെരിച്ച് കിടത്തണം. ഇനി ഇതിന് കഴിയുന്നില്ല എങ്കിൽ നമ്മളെ നാട്ടിൽ നടന്നു വരുന്നത് നമ്മൾ മലർത്തി കിടത്തലാണ്, ചെരിച്ച് കിടത്തലല്ല. ഞാൻ ഈ പറയുന്ന മൂന്നാം രൂപമാണ്, മലർത്തി കിടത്തലാണ്. പക്ഷേ ഉലമാ പറയുന്നത് മലർത്തി കിടത്തൽ കിഴക്ക് പടിഞ്ഞാറ് ഖിബലയിലേക്ക് മുഖമാകുന്ന രൂപത്തിലാവണം, അല്ലാതെ തെക്ക് വടക്കിൽ മലർത്തി കിടത്തുകയല്ല. എന്നിട്ട് മുഖം മാത്രം ഖിബലയിലേക്ക് തിരിച്ച് കിടത്തുക. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു വരല്. പക്ഷേ അതിലേറെ പ്രാധാന്യം നമ്മുടെ ഉലമാ ഒക്കെ മരിക്കുന്നിടത്ത് ഇങ്ങനെയാണ് ചെയ്യല്. വലിയ വലിയ സാദാത്യങ്ങളും ഉലമാ, നമ്മുടെ സമസ്തയുടെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ മരിക്കുന്നിടത്ത് ഈ രൂപത്തിലാണ് കിടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിലും ആ രൂപത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അലൈഹി അമലുന്നാസി, അതിന്റെ മേലിലാണ് ജനങ്ങളുടെ അമലെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ രൂപമാണ് നമ്മൾ രോഗമാകുമ്പോഴും അങ്ങനെ തന്നെ കിടത്തുക. പിന്നെയോ ഒരു മരിക്കാനിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ ആ രോഗിയുടെ അരികിൽ നിങ്ങൾ ചില മര്യാദകളൊക്കെ പാലിക്കണം. അവിടെ വൃത്തിയുണ്ടാവണം, അവിടെ നല്ല വൃത്തിയിലായിരിക്കണം. അഴുക്കുള്ള ഇടത്തേക്ക്, വാസനയുള്ള ഇടത്തേക്ക്, ദുർഗന്ധമുള്ള ഇടത്തേക്ക് മലായിക്കത്ത് വരാൻ പ്രയാസമാകും. റഹ്മത്തിന്റെ മലായിക്കത്ത് അങ്ങോട്ട് വരണമല്ലോ, അവരെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെ അവരെ ഹുളൂർ സാന്നിധ്യം ഉണ്ടാവാൻ നല്ല വാസനയെല്ലാം അവിടെ ഉണ്ടാവണം. ചില രോഗികളൊക്കെ ദിവസങ്ങളോളം കിടന്ന് ചില വീടുകളിലൊക്കെ രോഗികളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വലിയ വാസനയോടുകൂടെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു. അതൊക്കെ വീട്ടിലുള്ള ഉമ്മമാരാണ് ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ വൃത്തിയിൽ സൂക്ഷിക്കണം. എപ്പോഴും നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധയുണ്ടാവണം. അവനോട് നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് പറഞ്ഞ് അവനെ പ്രേരിപ്പിക്കണം. അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചിന്തിക്കാനും ചെല്ലാനും പറയണം. അതേ, അങ്ങനെ ആരോഗ്യ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേജാറാകുന്നതിന് പകരം മരണം എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് സബൂർ ചെയ്ത് വളരെ ക്ഷമ കൈപിടിച്ച് ക്ഷമ കൈമുതലാക്കി നിങ്ങൾ സഹോദരിമാരെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെന്താ? മരിച്ചാലുടനെ കണ്ണ് ചിമ്മിപ്പിക്കണം. കണ്ണ് ചിമ്മാൻ വഴിപോയാൽ പിന്നെ ആ കണ്ണ് ചിമ്മാൻ പ്രയാസമാകും. കണ്ണിൽ നിന്നാണല്ലോ റൂഹ് അവസാനം പുറപ്പെടുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. തലയിലൂടെ റൂഹ് വലിച്ചിട്ട് കണ്ണിലൂടെയാണ് പുറത്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണ് മുകൾ ഭാഗത്തേക്ക് അതിന്റെ കൃഷ്ണമണി ഉയർന്നു നിൽക്കും. അത് ഈ മയ്യത്തിനെ കാണാൻ വരുന്നവർക്ക് പ്രയാസമാകും.
അവരൊക്കെ കണ്ട് പുറത്തിറങ്ങി വലിയ അഭിപ്രായം പറയും. അവൻ ഈമാൻ കിട്ടാതെ മരിച്ചു എന്ന് തോന്നുന്നു, കണ്ണ് കണ്ടോ. പീടിയിലിരുന്നിട്ട് വലിയ ചർച്ച അതായിരിക്കും. ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയും. മുദ്കുറു മഹസന മൗതാക്കും, മരിച്ചവരെ ഗുണമാണ് നിങ്ങൾ പറയേണ്ടത്, അവരെ കുറ്റം പറയാൻ പാടില്ല എന്നാണ്. കുറ്റമുള്ളവരാണെങ്കിലും അത് പറയാൻ പാടില്ല, ഗുണം പറയണം, ഗുണം മാത്രം പറയണം. ഇതിൽ നിന്ന് വിപരീതമുള്ളത് മുബ്തദീങ്ങളാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളായ, മുത്തുനബിയുടെ വിരോധികളായ, അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന്റെ റസൂലായ അഷ്റഫുൽ ഖൽഖ് തങ്ങള് ഈ ലോകത്ത് നൂറുകണക്കിന് തെറ്റ് ചെയ്തിരുന്ന മനുഷ്യനാണെന്ന് പ്രചരിപ്പിക്കുന്ന, അവിടെ നിന്ന് വഫാത്തായിട്ട് മറമാടിയത് തന്നെ അവിടുത്തെ ശരീരം ജീർണിച്ചു പോയി വാസനിക്കുമോ എന്ന് പേടിച്ചിട്ടാണെന്ന് പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്ന ഈ കേരളത്തിലെ മുജാഹിദിനെങ്ങാനും മക്കയുടെ ഭരണം ലഭിച്ചാൽ, മദീനയുടെ ഭരണം ലഭിച്ചാൽ ആദ്യം ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ, അവിടുത്തെ ഹുജ്റത്തു ശരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബ ഇടിച്ച് നിരപ്പാക്കലാണെന്ന് പരസ്യമായി പൊതുവേദികളിൽ വെച്ച് പ്രസംഗിക്കുന്ന ഇസ്ലാമിന്റെ നാശകാരികളായി മാറിയ പുത്തനാശയക്കാരുണ്ടല്ലോ, അവരുടെ കുറ്റം പറയുന്നതിന് കുഴപ്പമില്ല എന്ന് കിതാബിൽ പറയുന്നുണ്ട്. മരിച്ച മയ്യത്തിൽ വല്ല ദുസ്ലക്ഷണങ്ങളും ദുർലക്ഷണങ്ങളും കണ്ടാൽ അത് നിങ്ങൾ പോയി മുബ്തദിഇൻ്റെതാണെങ്കിൽ പറയണം. അത് പറഞ്ഞിട്ട് ആളുകൾ മുബ്തദിഅത്തിൽ നിന്ന് പിന്തിരിയണം. അതിനു വേണ്ടി അത് പറയണമെന്നാണ്. ആ സ്ഥാനത്ത് അവരിൽ വല്ല ഗുണവും കണ്ടാൽ അത് മറച്ചു വെക്കണമെന്നുമാണ്. ആ സ്ഥാനത്ത് മുബ്തദി അല്ലാത്ത നല്ല സുന്നികളായ ആളുകളാണെങ്കിൽ, നല്ല ഈമാനുള്ള മുസ്ലിമീങ്ങളാണെങ്കിൽ വല്ല ഗുണങ്ങളും ഉണ്ടെങ്കിൽ അത് പറയുക, വല്ല കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയും ചെയ്യണമെന്ന് ഉലമാ രേഖപ്പെടുത്തുന്നു. എന്തായാലും ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല.